നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യെരുശലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിത്തീരും. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പായി അപ്പോസ്തലന്മാർക്ക് നൽകിയ വചനമാണ്. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പെന്തക്കോസ്തിയുടെ ദിവസത്തിൽ അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് പത്രോസ് അപ്പോസ്തലന്റെ 1-ാമത്തെ പ്രസംഗം വഴി തന്നെ 3000-ഓളം പേർ സഭയിലേക്ക് ചേർക്കപ്പെട്ടു. അവർ ഒറ്റ സമൂഹമായി തീർന്നു. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പങ്കുവച്ചു. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അടയാളങ്ങൾ പ്രവർത്തിച്ചു. അവരുടെ അംഗവസ്ത്രങ്ങളും തൂവാലകളും രോഗികളുടെ മേൽ വെച്ചപ്പോൾ അവർ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് പരിശുദ്ധ സഭ നയിക്കപ്പെടുന്നത്. ഇന്നും പരിശുദ്ധാത്മാവിന്റെ ഈ ശക്തിയും സ്നേഹവും ഉൾക്കൊണ്ടുള്ള കൂട്ടായ്മയിലേക്കുള്ള വിളിയാണ് സഭാമക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു ഇത്തരമൊരു സ്നേഹ കൂട്ടായ്മ തന്നെയാണ്. എന്നാൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന സഭയിലെ വ്യവഹാരങ്ങളും പാശ്ചാത്യ സംസ്കാരത്തോടുള്ള അഭിനിവേശവും അതുപോലെ സുഖലോലുപതയിലേക്കുള്ള അമിതമായ താല്പര്യങ്ങളും കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി ക്ഷയിക്കുന്ന വിധത്തിലുള്ള പാവകരമായ ജീവിതത്തിലേക്ക് ദൈവമക്കൾ കടന്നുപോകാനിടയായിട്ടുണ്ട്. സ്വന്തം നാടിന് നൽകാൻ കഴിയാതെ പോയ സൗഭാഗ്യങ്ങൾ തേടിയുള്ള യാത്രയിൽ നമ്മുടെ അനേകം ദൈവമക്കൾ വിദേശ രാജ്യത്തും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം ദൈവവചനത്തിന്റെ ശക്തിയാലും പ്രാർത്ഥനയാലും നവീകരിക്കപ്പെട്ട ഒരനുഭവം ദൈവമക്കൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് കഴിഞ്ഞ വർഷം UK ധ്യാന ശുശ്രൂഷകൾ ക്രമീകരിക്കുവാനായിട്ട് ദൈവം ബലഹീനനായ എനിക്ക് അവസരം നൽകി. ഈ വർഷം ദൈവമക്കളുടെ ജീവിത നവീകരണത്തിന് വേണ്ടി ഒരു ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നു. അഭിഷേകം 2011. ഈ ധ്യാനത്തിൽ എല്ലാ ദൈവമക്കളെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നതോടൊപ്പം ആദിയോടന്തം ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പരിശുദ്ധാത്മാവിന്റെ നവീകരിക്കപ്പെട്ട അനുഭവങ്ങളും രോഗസൗഖ്യവും ആന്തരികമായ സമാധാനവും ലഭിക്കുവാനായിട്ട് ദൈവമക്കൾക്ക് ഇടയാകട്ടെ. അതോടൊപ്പം കുടുംബ ജീവിത ബന്ധങ്ങൾ നവീകരിക്കുവാൻ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധ സഭയുടെ പാരമ്പര്യങ്ങളും സുവിശേഷ അധിഷ്ഠിതമായ ഒരു ജീവിതവും പരിശീലിപ്പിക്കുന്നതിനും ഈ ധ്യാന ശുശ്രൂഷ തീർച്ചയായിട്ടും ഇടയായി തീരുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാ മക്കളും പ്രാർത്ഥനാപൂർവ്വം ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് കടന്നു വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കും.